ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് തിരിച്ച് രാവിലെ വെളുപ്പിന് എത്തിയായിരുന്നു കേട്ടോ. പക്ഷേ ഉറക്കെഴുന്നേറ്റപ്പോൾ ഒരു ഉച്ചയായി. കാരണം എല്ലാവരും നല്ല ടയേർഡായിരുന്നു. ബസ്സിന് വന്നതുകൊണ്ട് എല്ലാവർക്കും കഴുത്തൊക്കെ നല്ല വേദന ഉണ്ടായിരുന്നു. അപ്പം നന്നായിട്ട് കിടന്നുറങ്ങി. ഒരു 12:30 ആയി എഴുന്നേറ്റപ്പോൾ. അപ്പം ഞാൻ മീഷോയിൽ കുറച്ച് കാര്യങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പോകുന്നതിന് മുമ്പ്. അപ്പോൾ അതൊക്കെ വന്നിട്ട് ഇങ്ങനെ ഡോറിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് പൊട്ടിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ചെയ്യാം, വീടൊന്ന് അലങ്കോലമാക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് പോട്ടൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെയാണ് കേട്ടോ വന്നത്. വെറുതെ മീഷോയിലൊന്ന് കയറി സ്ക്രോൾ ചെയ്ത് നോക്കിയപ്പോൾ കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് എന്തായാലും അത് നന്നായിട്ടുണ്ടാവുമെന്ന് തോന്നി, അങ്ങനെ വാങ്ങിയപ്പോൾ ഇതാണ് ഐറ്റം. അടിപൊളിയാട്ടോ. എന്തായാലും 300 റുപ്പീസാണ് ആയത്. അതിന് വർത്താണ്. ഒരു 5 പീസാണ് ഉള്ളത് കേട്ടോ. അത്യാവശ്യം വലിയ പോട്ടാണ്. അപ്പോൾ ഞാനിതിൻ്റെ സൈസിലായിരുന്നു എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നത്, ഇനി വരുമ്പോൾ ചെറുതെങ്ങാനും ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ അല്ല, എന്തായാലും വലിയ പോട്ട് തന്നെയാണ്. അടിപൊളി. നമുക്കിങ്ങനെ ഓരോ ഇത് ഭ്രാന്ത് ഇടയ്ക്കിടയ്ക്ക് തോന്നുമല്ലോ. അപ്പോൾ എനിക്ക് കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ചെയ്യണം എന്നിങ്ങനെ ചെറിയൊരാഗ്രഹം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തതാണ്. അപ്പോൾ താങ്ക് യു മീഷോ എന്ന് പറയണം കേട്ടോ, ഫൈക്കോ പറഞ്ഞു. അപ്പോൾ അത് പറഞ്ഞതാണ് ഞാൻ. അപ്പോൾ എന്തായാലും സൂപ്പറായിട്ടുണ്ട്, അതിഷ്ടപ്പെട്ടു. ഇനി ഇതിൻ്റെ പോട്ട് മിക്സറും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട്. അതും കൂടി വന്നിട്ട് നമുക്ക് ഇത് സെറ്റ് ചെയ്യാം. തൽക്കാലം അവിടെ ഇരിക്കട്ടെ. പിന്നെ ഈ വേസ്റ്റ് ബാഗ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതും ഞാൻ മീഷോയിൽ തന്നെയാണ് ഓർഡർ ചെയ്യാം, അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ചെയ്യും. കാരണം ഒരു 3-4 സെറ്റ് നമുക്ക് നല്ല ഓഫറിൽ കിട്ടും. ഇവിടെ നിന്നൊക്കെ മേടിക്കുമ്പോൾ കുറച്ച് റേറ്റ് കൂടുതലായിരിക്കും. അതുകൊണ്ട് ഞാൻ അങ്ങനെ അതും കൂടെ അതിൻ്റെ കൂടെ ഓർഡർ ചെയ്തതാണ്. അപ്പോൾ ഒരു ലാർജ് കവറാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതിങ്ങനെ 3 എണ്ണം ഒരു 150 റുപ്പീസ്, 149 അങ്ങനെ എന്തോ അത്രേ ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു എനിക്ക് അൺബോക്സ് ചെയ്യാനുണ്ടായത് വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ. അപ്പോൾ അൺബോക്സിംഗ് ഒക്കെ കഴിഞ്ഞ് നമുക്ക് ലഞ്ച് ഉണ്ടാക്കണം. ലഞ്ചിന് എന്താ ഉണ്ടാക്കുക എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. കാരണം സമയം ഇത്രയുമായി, പെട്ടെന്ന് തട്ടിക്കൂട്ടി എടുക്കണം. കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ട്, പിന്നെ പാലൊക്കെ ഉണ്ട് ഫ്രിഡ്ജിൽ. അപ്പോൾ ഫ്രിഡ്ജിൽ വേറൊന്നും കൂടുതലൊന്നും മേടിച്ച് വെച്ച് പോയിട്ടും ഉണ്ടായിരുന്നില്ല. ഈ സമയത്തൊന്നും മീനൊന്നും കിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ വൈകിട്ടാവണം. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ചിക്കൻ ഫ്രൈയും പാലക്കും പരിപ്പും കൂടി നമ്മൾ കറി വയ്ക്കില്ലേ, അതും കൂടി തട്ടിക്കൂട്ടാന്ന്. അതൊക്കെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, ആ കറിയൊക്കെ. ഇവിടെ രാവിലെ തന്നെ ഒരുത്തൻ ക്രിയേറ്റിവിറ്റി എന്നും പറഞ്ഞിട്ട് കുറച്ച് ബഡ്സും എടുത്ത് ഗമ്മും എടുത്തിട്ട് എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഞാനതേടാ എന്തിനാണ് സാധനം നശിപ്പിക്കണമെന്ന് ചോദിച്ചാൽ, ക്രിയേറ്റിവിറ്റി ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ സമ്മതിക്കും എന്നൊക്കെ പറയും. ഞാൻ പിന്നെ എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് വിചാരിക്കും. അപ്പം അത്രയും ബഡ്സ് നശിപ്പിച്ചു. ഇതൊക്കെ എല്ലാ വീട്ടിലും ഉണ്ടാവില്ലേ. ഇനിയിപ്പോൾ വന്ന ഉടനെ ഇതേ അടുത്ത ഫസ്റ്റ് കംപ്ലൈൻറ്റ്. സൈക്കിൾ മേടിച്ചിട്ട് ഇതുവരെ സർവീസ് ചെയ്തിട്ടില്ല, ബ്രേക്ക് കുറവാണ്, അപ്പോൾ സർവീസ് ചെയ്യണം. അങ്ങനെ പല കാര്യങ്ങളാണ്. വന്ന ഉടനെ ടാസ്കുകൾ തന്നുകൊണ്ടിരിക്കുകയാണ് എനിക്ക്. ആരുടെ സൈക്കിളിനാണ് ബ്രേക്ക് ഇല്ലാത്തത്? രണ്ടും ഇല്ലേ? ബ്രേക്കും ടൈറ്റ് ആക്കണം, ഇത് ചെയിനും ടൈറ്റ് ആക്കണം. ഫെന്നമോളുടെ ഒരു ക്ലാസ്മേറ്റ് തൊട്ടടുത്ത് തന്നെയാണ് താമസം. അതുകൊണ്ട് അവൾക്ക് നോട്ടൊന്നും കിട്ടാൻ വലിയ ബുദ്ധിമുട്ടില്ല. പിന്നെ ബാക്കിയുള്ളവർക്കൊക്കെ സ്കൂളിൽ തന്നെ പോയിട്ട് കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഞങ്ങൾ അപ്പോഴേക്കും ലഞ്ചൊക്കെ റെഡിയാക്കി. പാലക് ചീരയും പരിപ്പും കൂടി ഇട്ട് കറിയൊക്കെ വെച്ചു. പിന്നെ ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു. ഞാൻ ഡയറ്റാണെന്ന് വിചാരിക്കും. അങ്ങനെയുള്ള ദിവസം എന്തെങ്കിലും ഒരു പണി കിട്ടും. അങ്ങനെ ഒരു പണി കിട്ടിയ ദിവസമാണ് കിട്ടുന്നത്. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് ഫുഡൊക്കെ കഴിക്കട്ടെ. പിന്നെ ഉള്ളിച്ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് പാച്ചുവിനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോഴേക്കും ഇതേ പാത്രങ്ങൾ, എന്ത് കുറച്ച് സാധനം ഉണ്ടാക്കണം എന്ന് വിചാരിച്ചാൽ പോലും പാത്രം എന്താണെന്നറിയില്ല, അത് ഒരുപാടുണ്ടാവും. അതങ്ങനെയാണല്ലോ, എല്ലായിടത്തെയും സ്ഥിതി അങ്ങനെ തന്നെയാണല്ലോ. പിന്നെ ആർക്കും ഇഷ്ടമില്ലാത്തൊരു കാര്യമായിരിക്കും ഈ പാത്രം കഴുകൽ. അപ്പോൾ അതൊക്കെ ഞാൻ പെട്ടെന്ന് കഴുകി വെച്ചു. ഇനി കുറച്ച് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വെക്കണം. നൈറ്റ് ഒന്നും കഴിക്കണ്ട, ഫ്രൂട്ട്സ് മാത്രം കഴിക്കാമെന്ന് വിചാരിച്ചിട്ടൊരു മാങ്ങയും ആപ്പിളും കൂടി എടുത്ത് കട്ട് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പ്ലാനിങ് ഫുൾ കംപ്ലീറ്റ് തെറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഡയറ്റൊക്കെ പ്രതീക്ഷിച്ചിരുന്നതാണ് ഞാൻ. അപ്പോൾ കൊച്ചിയിൽ പുതിയതായിട്ട് നമ്മുടെ സൈൻ ലെമൺ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അവിടെ ഒന്ന് പോവാമെന്നങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങൾ പോയി. അത്യാവശ്യം നല്ല തിരക്കുണ്ട് കൊച്ചിയിൽ. പിന്നെ എനിക്ക് തോന്നുന്നു നൈറ്റ് ടൈമാണ് ഒന്നുകൂടി ഫുഡ് ഐറ്റംസ് ഒക്കെ ആക്റ്റീവ് ആവുക, അതുകൊണ്ടായിരിക്കും നല്ല തിരക്കായിരുന്നു കേട്ടോ. പിന്നെ ഈ മൗസീൻ്റെ തൊട്ടടുത്തായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ മൗസിയിലും നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ 2 ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സൈലവം വന്നിട്ടുണ്ട്.
നമ്മൾ 7-Eleven കഴിക്കാൻ പോകണം ആദ്യമായിട്ട്. പിന്നെ പോരെ ഹൗസിന്ന് തീറ്റ 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 വ്ലോഗ് തുടങ്ങിയ പിന്നെ എന്താണെന്നറിയില്ല, ഫുൾ തീറ്റ തന്നെയാണ്. ലെവലിലുള്ള എല്ലാ സാധനവും ഇല്ല കേട്ടോ, ഒക്കെ തീർന്ന്. നമ്മൾ ഒരു ഐറ്റം ഓർഡർ ചെയ്തിട്ടുണ്ട്. എന്താണ് ന്യൂട്ടെല്ല പ്ലസ് പിസ്താച്ചിയോ. ഇതാണ് ഐറ്റം. ഇതിപ്പോൾ എനിക്ക് തോന്നിയ എന്താണെന്നറിയോ, ഈ കുനാഫയും ഡ്രീം കേക്കും കൂടി മിക്സായിട്ട് വരുന്ന സംഭവം. അങ്ങനെയുള്ളൊരു ഇതായിട്ടാണ് എനിക്ക് തോന്നിയത്. പലർക്കും പല അഭിപ്രായമായിരിക്കും, പക്ഷെ എന്തായാലും സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ടേസ്റ്റ് അടിപൊളിയാണ്, എനിക്കത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് ഒരെണ്ണം വാങ്ങിയാൽ തന്നെ നമുക്ക് 3-4 പേർക്ക് കഴിക്കാനുണ്ട്. പിന്നെ ഞങ്ങൾ അതിൻ്റെ കൂടെ അവിൽ മിൽക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അവർക്ക് പിന്നെ മധുരം എന്ത് തന്നെയാണെങ്കിലും നന്നായിട്ട് ഇഷ്ടപ്പെടുമല്ലോ. അപ്പോൾ എൻ്റെ ഡയറ്റ് ഇവിടെ കൊളായി. ഞാനും നല്ല രീതിയിൽ കഴിച്ചിട്ടുണ്ടായിരുന്നു. സൂപ്പറായിട്ട് അടിപൊളിയായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മൗസിയിൽ പിന്നെ ഞങ്ങൾ ഇടയ്ക്ക് വരാറുണ്ട്. അപ്പോൾ അവിൽ മിൽക്ക് പിന്നെ നമുക്ക് പണ്ടേ പരിചിതമായ സാധനമാണല്ലോ. അപ്പോൾ എന്തായാലും അത് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യം തന്നെയാണ്. പക്ഷേ ഇത് എന്താ ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ ഈ പറഞ്ഞ തന്നെ കുനാഫയും ഡ്രീം കേക്കും കൂടി ഉള്ളൊരു മിക്സ്. പക്ഷെ അത് നന്നായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇന്ന് ഞങ്ങളിപ്പോൾ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങാനൊക്കെ കാരണം ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. അത് എന്താണ് ഏതാണെന്നൊക്കെ ഉള്ളത് നമുക്ക് നാളെ പറയാം. നാളത്തെ വീഡിയോ അതിനെക്കുറിച്ചാണ്. അപ്പോൾ ഈ ഫെന്ന കഴിക്കുന്ന ഈ ഒരു അവിൽ മിൽക്ക് ഉണ്ടല്ലോ, അതിൻ്റെ കൂടെ മാത്രമാണ് ഈ ടോയ് ഫ്രീ ആയിട്ട് കിട്ടുക. ഇത് കുറേ നാളായിട്ട് ഫൈക്ക ചോദിക്കുന്നുണ്ട്, ഇതെന്താണ് അത് കിൻഡർ ജോയ് ആണ്, ഇതെന്താ ഇവർ വിൽക്കാത്തതെന്നൊക്കെ. അപ്പോൾ ഈ ഒരു അവിൽ മിൽക്ക് മേടിച്ചാൽ മാത്രമേ അത് ഫ്രീ ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നാളെ കാണാം അടുത്തൊരു വീഡിയോ ആയിട്ട്.